I'm an Ennemcien, Q master from interference of light. Continuation. What are the essential conditions to form well-defined interference fringes? നമുക്കറിയാം രണ്ട് വേവ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഡാർക്ക്നെസ് ഫോം ചെയ്യുന്നത് ഒന്നിൻ്റെ പ്ലസും മറ്റേതിൻ്റെ മൈനസ് ആംപ്ലിറ്റ്യൂഡും കൂടെ ചേരുമ്പോഴാണ്. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഫോം ചെയ്യണമെങ്കിൽ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പെർഫെക്റ്റ് മാച്ചിങ് നടക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ദി ടു ഇൻ്റർഫിയറിംഗ് ബീംസ് മസ്റ്റ് ബി മോണോക്രോമാറ്റിക്, സിംഗിൾ വേവ് ലെങ്ത് എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് ലെങ്ത്. സെക്കൻഡ് കണ്ടീഷൻ, ദേ ഷുഡ് ബി കൊഹിയറൻറ്റ്. ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫേസ് മാറിക്കൊണ്ടിരിക്കരുത്, ഒരു സ്റ്റഡി ഫേസ് റിലേഷൻഷിപ്പ് വേണം. That is, they must be coherent. The beams must be generated from the same source. രണ്ട് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നാകുമ്പോൾ ഈ ഫേസ് കോൺസ്റ്റൻസി കിട്ടില്ല. അത് വേറെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത് തമ്മിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യിക്കും. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലാണ് സംഭവിക്കുന്നത്. ഒരു സിംഗിൾ സ്ലിറ്റിൽ കൂടെ കയറി വരുന്ന ലൈറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സ്ലിറ്റിൽ കൂടെ കയറി വന്ന് ഇൻ്റർഫിയർ ചെയ്യുക. അപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് തന്നെ വേണം ഇൻ്റർഫിയർ ചെയ്യേണ്ട രണ്ട് ബീംസും ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ ദ ബീംസ് മസ്റ്റ് ബി ജനറേറ്റഡ് ഫ്രം ദി സെയിം സോഴ്സ്. അടുത്ത പോയിൻ്റ്, സ്ട്രേ ലൈറ്റ്. ഈ ഇൻ്റർഫറൻസ് ഫോം ചെയ്യുന്ന റൂമിനകത്ത് മറ്റ് സ്ട്രേ ലൈറ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, അല്ല അത് കയറി ഇതിനെ അഫക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ പ്രസൻസ് ഓഫ് സ്ട്രേ ലൈറ്റ്സ് മസ്റ്റ് ബി അവോയ്ഡഡ്. ഞാനൊന്നുകൂടെ പോയിൻറ്റ്സ് പറയാം. 1, ദി ടു ഇൻ്റർഫിയറിംഗ് ബീംസ് മസ്റ്റ് ബി മോണോക്രോമാറ്റിക് ഓഫ് സെയിം വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. 2, ദേ ഷുഡ് ബി കൊഹിയറൻറ്റ്. 3, the beams must be generated from the same source. 4, interferences of stray lights must be avoided. Stray, S-T-R-A-Y, stray lights must be avoided. Another question. In double slit experiment of interference, the light beams are 1, incoherent, 2, coherent. What is the average intensity in each case? Intensity of each beam is I0. രണ്ടും കൊഹിയറൻ്റ് അല്ല എങ്കിൽ അവിടെ ഇൻ്റർഫറൻസ് നടക്കില്ല. അപ്പം രണ്ട് സീറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് ഇറങ്ങിപ്പോരും, എന്നിട്ട് യൂണിഫോം ഇല്യൂമിനേഷനേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇൻറ്റൻസിറ്റി സ്ക്രീനിൽ എടുത്തു കഴിഞ്ഞാൽ 2I0 ഒരു ബീമി സ്ലിറ്റിൽ നിന്ന് വരുന്ന I0, രണ്ട് സ്ലിറ്റിൽ കൂടെ വരുന്നത് 2I0. നോ ഇൻ്റർഫറൻസ് ഈസ് ദയർ. ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ കൊഹിയറൻ്റ് ആയിരിക്കണം. ഇൻകൊഹിയറൻ്റ് ആണ്, ഇൻ്റർഫറൻസ് ഇല്ല. സോ ദി ഫസ്റ്റ് കേസ്, ഇൻകൊഹിയറൻറ്റ് സോഴ്സസ് ഉപയോഗിക്കുമ്പോൾ ആവറേജ് ഇൻറ്റൻസിറ്റി ഈസ് 2I0. ആ ടോട്ടൽ ഇൻറ്റൻസിറ്റി അങ്ങ് എടുത്താൽ മതി, രണ്ട് സീറ്റിൽ നിന്നും വരുന്നത്. രണ്ടാമത്തെ കേസ്, രണ്ട് സീറ്റിൽ നിന്നും വരുന്ന കൊഹിയറൻ്റ് സോഴ്സസാണ്. കൊഹിയറൻ്റ് സോഴ്സസ് ആകുമ്പോൾ ബ്രൈറ്റായിട്ടുള്ള സാധനങ്ങളിൽ ഇൻറ്റൻസിറ്റി 4I0. ഡാർക്ക് ഫ്രിഞ്ചസിൻ്റെ സ്ഥാനത്ത് ഇൻറ്റൻസിറ്റി 0 ആകും. ഇതിൻ്റെ ആവറേജ് എടുത്താൽ 4I0 + 0/2, ദറ്റ് ഈസ് 2I0. ആവറേജ് എടുത്താൽ 2I0. ബ്രൈറ്റും ഡാർക്കും ഉണ്ടെന്നുള്ള ശരി തന്നെ, പക്ഷേ ആവറേജ് ഇൻറ്റൻസിറ്റി എടുക്കുമ്പോൾ ഇവിടെയും 2I0 തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതൊക്കെ. Another one. In a double slit arrangement,
The distance between slits is 5 millimeter and the slits are 1 millimeter from this 1 meter from the screen. ഞാൻ ഒന്നുകൂടെ വായിക്കാം. In a double slit arrangement, distance between the slits is 5 millimeter and the slits are 1 meter from the screen. Two interference patterns could be seen on the screen. One due to lambda equals 4,800 angstrom unit and the other 6,000 angstrom unit. What is the separation on the screen between the third order fringes of the two interference patterns? That is the question. നമുക്കറിയാം എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്ക് സെൻട്രൽ ഫ്രിഞ്ചിൽ നിന്നുള്ള ദൂരം xn ഈക്വൽസ് n ലാംഡ ഡി ബൈ ഡി. ഇത് ഞാൻ എടുത്ത സ്പെഷ്യൽ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞതാ. എനിക്ക് തോന്നുന്നത് പാർട്ട് 5 ഇൻ്റർഫറൻസ് പാർട്ട് 5 എന്ന് പറയുന്ന പോസ്റ്റിങ്ങിൽ ഉണ്ട്. അപ്പോൾ ഫോർ ലാംഡ 1 ആൻഡ് തേർഡ് ഫ്രിഞ്ച് തേർഡ് ഫ്രിഞ്ച് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. 2 ലാംഡയും പറയുന്നുണ്ട്. അതിൽ ലാംഡ 1ഉം അതിൻ്റെ തേർഡ് ഫ്രിഞ്ചും കൂടെ എടുത്ത ഫോർമുല എങ്ങനെ ആവും? x3 സെൻട്രൽ ഫ്രിഞ്ചിൽ നിന്ന് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം x3 ഈക്വൽസ് 3 ലാംഡ 1 ഡി ബൈ ഡി. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോർ ലാംഡ 2 വിത്ത് n ഈക്വൽസ് 3 x3 ഡാഷ് ഈക്വൽസ് 3 ലാംഡ 2 ഡി ബൈ ഡി. എങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് യോജിച്ചിരിക്കുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു തേർഡ് ഫ്രിഞ്ചസ്. അപ്പോൾ x3 ഡാഷ് മൈനസ് x3 ഈക്വൽസ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പോൾ 3d ബൈ ഡി ഇൻറ്റു ലാംഡ 2 മൈനസ് ലാംഡ 1. ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3 ഇൻറ്റു ഡി സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ എന്ന് പറയുന്നുണ്ട്, ഇൻറ്റു ലാംഡ 2 6,000 മൈനസ് ലാംഡ 1 4,800. ഇത് ആങ്സ്ട്രം യൂണിറ്റില്ല, ഇതിനെ മീറ്റർ ആക്കുമ്പോൾ ഇൻറ്റു 10⁻⁻10 ബൈ സ്മോൾ ഡി 5 millimeter. അതിനെ മീറ്റർ ആക്കുമ്പോൾ 5 ഇൻറ്റു 10⁻3. ദി ഫൈനൽ ആൻസർ we will get it as 0.072 ഇൻറ്റു 10⁻3 മീറ്റർ എന്ന് വരും. ഈ 10⁻3ക്ക് മില്ലി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 0.072 millimeter. That is the answer. Another question. Two interfering waves have 9 and 4 units of intensity. What is the ratio of maximum and minimum intensities in the interference pattern observed at a distance 1 meter from the source? ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. I maximum ഈക്വൽസ് √I1 പ്ലസ് √I2 ദി ഹോൾ സ്ക്വയർ. I1ഉം I2ഉം രണ്ട് ബീംസിൻ്റെയും ഇൻറ്റൻസിറ്റീസാണ്, ഇൻ്റർഫിയർ ചെയ്യുന്ന ബീംസിൻ്റെ. Here it is root of I1 is given to be 9 plus √4 I2 the whole square എന്ന് പറയുമ്പോൾ 3 plus 2 5 square, that is 25. I minimum √I1 minus √I2 the whole square. It is √9 minus √4 the whole square. Or 3 minus 2, 1 square, 1. So, ratio I maximum by I minimum equals 25 by 1 or 25. Thank you. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർലിയർ പോസ്റ്റിങ്സ് നോക്കാൻ. ഞാൻ ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്ന പോയിൻറ്റ്സ് ഒത്തിരിയേറെ പറയുന്നുണ്ട്. ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിന് പ്രയോജനം കിട്ടും.
നമ്മൾ ഇനി ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻ്റർഫറൻസിൽ നിന്ന് തന്നെ കാണും. ഇടയ്ക്ക് മറ്റു ടോപ്പിക്സിലേക്ക് പോകും. താങ്ക് യു.